ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ. മഴയും ഒക്കെ കാരണം എല്ലായിടവും വെള്ളമൊക്കെ ആണെന്നൊക്കെ അറിയാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ യാത്രയുടെ അടുത്ത ഘട്ടം എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ രാജ്ഘട്ടിലാണ്. നമ്മളെ മഹാത്മാഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവിനെ അടക്കിയിരിക്കുന്ന ആ പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ടോക്കണോ ഒന്നും തന്നെ എടുക്കുകയൊന്നും വേണ്ട. സെക്യൂരിറ്റി ഉണ്ട്. നമ്മളവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അകത്ത് കയറുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ രാജ്ഘട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലൊന്ന് പോയായിരുന്നു. അവിടെ പിന്നെ അകത്ത് കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റാതെ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളകത്ത് കയറിയില്ല. പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു പോയായിരുന്നു. അപ്പം കുറച്ച് നേരം വണ്ടിയിൽ ചാർജിൽ വെച്ചു കേട്ടോ. ചാർജിലൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു അരമണിക്കൂർ ഫോണൊക്കെ ഒന്ന് ചാർജിൽ വെച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ രാജ്ഘട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോവാണ്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കയറുന്നതിന് ടിക്കറ്റ് എടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് കയറി അവിടെ വിശ്രമിക്കുകയും അവിടെ നമുക്ക് കുറേ നേരം ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ല മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ആ ഒരു പൂവ് കാണാൻ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അകത്തോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് അരമണിക്കൂർ സമയം നമുക്കവിടെ ടൈം തന്നിട്ടുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കാണാനുള്ളത് പോയി കണ്ടിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് എത്തണം. കണ്ട ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോയാൽ മാത്രമേ ഗാന്ധിജിയെ അടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് വേണം അകത്തോട്ട് പോകാൻ. അകത്ത് പോകുമ്പോൾ നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ആ ഒരു കാർപ്പറ്റിലൂടെ വേണം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലത്തെത്തിച്ചേരാൻ. ഇവിടെയൊക്കെ കണ്ടോ എന്ത് നീറ്റായിട്ടാണെന്നറിയാമോ അതൊക്കെ സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്ന് കാണാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ മനസ്സിൽ താജ്മഹൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അതിനപ്പുറം ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും എല്ലാം കാണാൻ സാധിച്ച് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. മാഷാ അല്ലാ. അങ്ങനെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു പുണ്യഭൂമിയിൽ ഞങ്ങൾക്കും എത്തിപ്പെട്ടു. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലും എത്തിക്കാമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു കണ്ണാടിക്കൂട് ഉണ്ട്. അതിനകത്തിൽ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു തീയാണെങ്കിൽ ഒരിക്കലും അണയത്തേ ഇല്ല. അതെപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. മനോഹരമായൊരു സ്ഥലമാണ്. കാണാൻ സാധിച്ചതിൽ മാഷാ അല്ലാ ഒരുപാട് സന്തോഷം. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ ഇക്കാക്കാണ് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ കുറച്ചൊക്കെ അങ്ങ് ക്ഷീണിച്ചു. നടന്നും പോയൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചു. എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നിട്ടും എന്നെ കൊണ്ടുവന്ന് കാണിക്കാനും അവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്നും പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ ഇക്കാക്ക്. മാഷാ അല്ലാ. ഇത്രയെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ വാർത്തകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളതാണ്. വാർത്തകളിലും നമ്മുടെ ഗാന്ധി ജയന്തി അതിങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ടി വിയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് നേരിട്ട് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്ത് വന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയും ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നിന്നു. നല്ല വെയിലത്തൊക്കെ പോയി. ഇപ്പം ഏകദേശം വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇങ്ങ് താഴോട്ട് വരികയാണ്. അപ്പം നമുക്കിനി വണ്ടിയിലേക്ക് കയറാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും വന്നാൽ അങ്ങോട്ട് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ. ഡൽഹിയിലേക്കുള്ള ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളങ്ങനെ രാജ്ഘട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. അടുത്തതായിട്ട് ഞങ്ങളിനി പോണതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ഫോർട്ടാണ് കേട്ടോ. റെഡ് ഫോർട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അപ്പോഴേക്ക് ഏകദേശം വൈകിട്ടോടു കൂടി ആയി. കണ്ടോ, റെഡ് ഫോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. Traveling mountains just to find the loudest seas. We set down by the fire, knowing we couldn't hide, but we didn't know that yet. So if you want something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees waiting for summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. അങ്ങനെ ഞങ്ങൾ ചെങ്കോട്ടയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം ഇങ്ങനെ നടന്ന് വരാനുണ്ടായിരുന്നു ഈ ഒരു ചെങ്കോട്ടയുടെ ഫ്രണ്ടിലെത്താൻ. അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. ഒരുപാട് പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഉണ്ട്. അപ്പം അവർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുകയുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്ത് കയറാമെന്ന് കരുതിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോഴേക്കും അവിടെ ടൈം കഴിഞ്ഞു. അതിനകത്ത് കയറേണ്ട ടിക്കറ്റ് എടുക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അതിനകത്തൊന്നും കയറി കാണാനോ ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആകാറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് കയറാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അകത്തുനിന്നും കുറേ ആൾക്കാർ കണ്ടിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല. എന്നെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞതിൽ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നമ്മുടെ ഡൽഹിയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഡൽഹിയിൽ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ട് നമുക്ക് പറ്റുന്ന കണക്കൊക്കെ ഒന്ന് പോയി കാണുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിന്. ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക, ലൈക്ക് അടിക്കാനും ഒക്കെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമ്മുടെ വിജയം. അപ്പം ഞങ്ങൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് വാച്ച് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.